പറയുന്ന റേഡിയേറ്റർ ഫാൻ എപ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് വാഹനം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യമാണത് ഈ കാണുന്ന റേഡിയേറ്റർ ഫാൻ. പലർക്കും ഈ സാധനം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. റേഡിയേറ്റർ അഥവാ കണ്ടൻസർ ഫാൻ. ചില വാഹനത്തിന്റെ കണ്ടൻസറിനും റേഡിയേറ്ററിനും ഒരു ഫാൻ തന്നെയാണ് വരുന്നത്. മിക്ക വാഹനത്തിനും ചില വാഹനങ്ങൾക്ക് കണ്ടൻസറിന് സെപ്പറേറ്റ്, റേഡിയേറ്ററിന് സെപ്പറേറ്റ്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സിയുടെ കൂളിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫാനാണ്. റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാനാണ്. അപ്പോൾ ഈ ഒരു ഫാനിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അഥവാ ഈ ഒരു ഫാനിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ വാഹനത്തിൽ കാണിക്കുന്ന സിംറ്റംസ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന റേഡിയേറ്റർ ഫാൻ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എ സി ഇട്ട് നോക്കുക. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഈ റേഡിയേറ്റർ ഫാൻ കറങ്ങിയിട്ടില്ല കേട്ടോ, ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൈയൊന്നും വെക്കില്ല. ഇനി ഇത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എ സി ഓൺ ചെയ്യുക. ഇപ്പം ഞാൻ എ സി ഓൺ ചെയ്തു. എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാന് കറങ്ങിയിരിക്കും കേട്ടോ. ഇപ്പം നല്ല സ്പീഡിൽ കറങ്ങുന്നത് കാണാം. ഞാനിപ്പോൾ ഏതായാലും വാഹനം ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ അഥവാ കണ്ടൻസർ ഫാൻ എപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എ സി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഹീറ്റ്, അതായത് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആയതിനു ശേഷം ഹീറ്റ് ആകുമ്പോഴത്തേക്കും നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ പറഞ്ഞ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യും. ഈ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ വാഹനം ഓടും, ഹീറ്റ് കാണിക്കത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് കാറ്റ് വന്ന് ഈ കാറ്റ് റേഡിയേറ്റർ വഴി കയറി ഇറങ്ങി പോകുന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം കാണിക്കാത്തത്. പക്ഷേ ഇവിടെ എന്തൊക്കെ സിംറ്റംസ് കാണിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോണം. റേഡിയേറ്റർ ഫാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനം ഓവർ ഹീറ്റിന് മുമ്പായിട്ട് വാഹനത്തിൻ്റെ പുള്ളിംഗ് ലെസ് കാണിക്കും, നോക്കിംഗ് സൗണ്ട് കൂടും, മൈലേജിൻ്റെ ഒരു ഇഷ്യൂ കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എ സിക്ക് തണുപ്പ് തീരെ കുറയും, അതായത് ചെറിയ രീതിക്കുള്ള കൂളിംഗേ കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സിംറ്റംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഒന്ന് ജസ്റ്റ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒന്ന് നോക്കുക. ഇനി ഈ ഫാനിന് തന്നെ വേറൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഫാനിന് സ്പീഡുണ്ട്, 2 സ്പീഡ് വരുന്നുണ്ട്. ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്പീഡ് വരുന്നുണ്ട്. ഇതിൽ ഒരു സ്പീഡ് വർക്ക് ചെയ്യുന്നില്ല, ഒരേ ഒരു സ്പീഡ് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞൊരു സെയിം പ്രശ്നം നിങ്ങളുടെ വാഹനത്തിൽ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പുള്ളിംഗ് ലെസ്സോ മൈലേജിൻ്റെ ലോസോ കാര്യങ്ങളൊക്കെ കാണിക്കും, നോക്കിംഗ് സൗണ്ട് വരെ കാണിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സർവീസ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ നോക്കി വിടുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.